ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്നത്തെ റെസിപ്പി ഇഡ്ലിയുടെയും ദോശയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണ്. ഇതിന് വളരെ മിനിമം ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നന്നായിരിക്കുകയും ചെയ്യും ചൂടോടെ കഴിക്കുമ്പോൾ. ഇതിനൊരു 3 വലിയ സൈസ് തക്കാളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി അത് ആറിയ ശേഷം റിമൂവ് ചെയ്യുക. നല്ല പുളി ഇഷ്ടമുള്ളവർ നാടൻ തക്കാളി എടുത്തോളൂ, അല്ലാത്തവർ ബാംഗ്ലൂർ തക്കാളി ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ കടലെണ്ണ ഒഴിച്ച് കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടുമ്പോൾ അതിൽ 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകവും പൊട്ടിയ ശേഷം അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. കടുകും ജീരകവും പൊട്ടിയ ശേഷം അതിൽ ഒരു 3 ഉള്ളി, വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏകദേശം ഒരു റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലിട്ടാൽ മതി. ഒരു 2 പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വതക്കണം. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വതങ്ങുന്ന സമയം കൊണ്ട് നമ്മൾ തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് അതിനെ മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെക്കണം. ഉള്ളി ഒന്ന് വതങ്ങിയ ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമ്മൾ കൂട്ടാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിട്ട് ഉള്ളി ഒന്നും ഭയങ്കരമായിട്ട് വതക്കി ബ്രൗൺ ആക്കണ്ട, അതിത്തിരി കടിക്കാൻ കിട്ടുമ്പോൾ നന്നായിരിക്കും. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി, ഒരു 3 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു 2 ടീസ്പൂൺ സാമ്പാർ പൊടിയും ചേർത്താം. ഇത് വെള്ളം പോലത്തെ ഒരു കൂട്ടാനായിരിക്കും. ഈ റോഡ് സൈഡിലൊക്കെ കിട്ടും തമിഴ്നാട്ടിൽ ഇഡ്ലിയുടെ കൂടെ. അവസാനം അതിൽ മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക തന്നെ. ഉപ്പ് പാകണമെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്ക് ചൂടുള്ള ഇഡ്ലിയുടെ കൂടെ ഇതിങ്ങനെ വിളമ്പി കഴിച്ചാൽ നന്നായിരിക്കും. ഇതിന് വേറെ പച്ചക്കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊഴുപ്പുണ്ടാവില്ല, വെള്ളം പോലത്തെ ഒരു കൂട്ടാനായിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തക്കാളി കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം ഉള്ളിയെക്കാട്ടിലും. ഇത് രാവിലെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം. കൂടുതൽ ഇൻഗ്രീഡിയൻസും ഇല്ല, ഉണ്ടാക്കാൻ അധികം സമയവും വേണ്ട. പുളി അധികം ഇഷ്ടമില്ലാത്തവർ നാടൻ തക്കാളി എടുക്കരുത് കേട്ടുള്ളൂ, ബാംഗ്ലൂർ തക്കാളി എടുക്കണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.